ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുന്തിരിക്കൊത്താണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തേങ്ങ ചിരകിയത്, 200 ഗ്രാം ശർക്കര, 1 കപ്പ് ചെറുപയർ. ആദ്യം തന്നെ ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനായിട്ട് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലേക്ക് വെക്കാം. ശർക്കര ഒരു നൂൽ പരുവമാകണം. പാൻ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ചെറുപയർ വറുത്തെടുക്കാം. നല്ല ചുമന്ന കളറാകുമ്പോഴേക്കും നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ വെള്ളം ഒന്ന് വറ്റിയാൽ മതി. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. തേങ്ങ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഏലക്ക, 1 സ്പൂൺ ജീരകം, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പാനിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ചെറുപയറും കൂടെ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചെറുപയറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശർക്കര ഈ ചെറുപയർ നന്നായിട്ട് പിടിക്കണം. തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് മുക്കി പൊരിക്കുവാനുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കാം. ഇതുപോലെ ഇരിക്കണം. ഇച്ചിരി കട്ടിക്ക് ഇതുപോലെ ഇരിക്കണം. എന്നിട്ട് നമുക്ക് ചെറിയ ബോളുകളാക്കി എടുക്കാം. ചെറു ചൂടോടെ വേണം ചെറിയ ബോളായിട്ട് എടുക്കാൻ. എല്ലാം ചെറിയ ബോളുകളായിട്ട് എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരട്ടെ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓരോ ചെറിയ ബോളുകളും നമുക്ക് ഈ ബാറ്ററിൽ ഇങ്ങനെ മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. ഓരോന്നും നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം.
തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെയെല്ലാം ഇതുപോലെ വറുത്തെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ മുന്തിരിക്കൊത്തിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കണം. എൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.